താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാൽ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദം രോദനമങ്ങില്ലല്ലോ, നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദം രോദനമങ്ങില്ലല്ലോ, നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയിഞ്ഞി തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയിഞ്ഞി തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. Exaltation, harmony.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. As a family, as a parish, and as one body of Christ, we are gathered here and we are witnessing the passing of a servant of God. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സന്ദേശങ്ങളൊക്കെ നമുക്കറിയാം. It is the responsibility of the church to send this departed soul into the safe hands of God. That's why these priests are here, representing the Holy Church. കാതോലിക്ക ബാബയും മെത്രാപ്പൊലീത്ത ഇല്ലെങ്കിലും പരിശുദ്ധ സഭയെ പ്രതിനിധീകരിച്ച് ഈ പിതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നത് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ഈ അങ്കിളിനെ സുരക്ഷിതമായി അവിടെ എത്തിക്കുക. അത് സഭയുടെ ഉത്തരവാദിത്വമാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഓരോ വേർപാടിൻ്റെ ദിവസങ്ങളും ഓരോ വേർപാടും വാങ്ങിപ്പോകുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈസ് ഗോൺ ടു എ ബെറ്റർ പ്ലേസ്. ഈസ് ഗോൺ ടു എ പ്ലേസ് വേർ ദർ ഇസ് നോ പെയിൻ, നോ സ്ട്രെസ്, നോ എയിൽമെന്റ്സ്. വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അവർ പോകുന്നു. എന്നാൽ ദിസ് ഡേ ഈസ് ഫോർ യു ആൻഡ് മീ. വളരെ തിരക്ക് പിടിച്ച ഈ ജീവിതയാത്രയിൽ we are worried about so many things. We are leading a busy life, but we don't have time to think about this day. നമ്മുടെ ശുശ്രൂഷകളൊക്കെ നോക്കുമ്പോൾ അറിയാം, ഇത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നത്, it is better to go to a house of mourning than to go to a house of feasting. വിരുന്നു ഭവനത്തിൽ ചെന്നാൽ, സന്തോഷ ഭവനങ്ങളിൽ ചെന്നാൽ ഈ ഒരു ജീവിത യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെ സന്തോഷമായിരിക്കാം, ആഹ്ലാദമായിരിക്കാം, ജീവിതത്തിന്റെ തിമിർപ്പുകളായിരിക്കാം. എന്നാൽ ഇവിടെ we face the reality. There is a day for you and me. അതുകൊണ്ട് ഇവിടെ ഈ ദിവസം ഏറ്റവും സന്തോഷവാനായ വ്യക്തി ഈ അങ്കിളാണ്. കാരണം ഈ ലോകത്തിന്റെ യാതൊരുവിധ വേദനകളിലും ഇല്ലാതെ വളരെ സുരക്ഷിതമായി തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളിൽ തിരക്ക് പിടിച്ച് നാം ജീവിക്കുമ്പോൾ എപ്പോഴെങ്കിലും ശാന്തമായി, വളരെ അൺഎക്സ്പെക്റ്റഡായി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ദിവസം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുകയില്ല, അതിനുവേണ്ടി നമ്മൾ സമയം മെനക്കെടാറില്ല. എന്നാൽ ഈ ദിവസം നാം ഇവിടെ ആയിരിക്കുമ്പോൾ നാം എല്ലാവരും ചിന്തിക്കേണ്ടത്, there is a day for you and me. Are we prepared? പരിശുദ്ധ സഭ നമുക്ക് നൽകുന്ന വ്യക്തമായ നിർദ്ദേശവും വ്യക്തമായ പഠിപ്പിക്കലുമാണ്. അച്ഛന്മാരുടെയൊക്കെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കാണ്, we don't have to worry about death. Being a member of this church, we know after death we are gone to a safe place. We are gone to the safe hands of God. അതാണ് നമ്മുടെ വിശ്വാസം. കാരണം our good Lord defeated death. മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ് ഈ സഭ നിൽക്കുന്നത്, നമ്മുടെ വിശ്വാസം നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ മരിച്ച് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നവരെ കുറിച്ചല്ല നാം ദുഃഖിക്കാൻ. മരണത്തെക്കുറിച്ച് ഓർക്കാതെ, മരണത്തിന്റെ ഈ അൺസർട്ടനിറ്റിയെ കുറിച്ച് ഓർക്കാതെ ജീവിക്കുന്ന എന്നെയും നിങ്ങളെ കുറിച്ച് ഈ ദിവസം എനിക്ക് നിങ്ങൾക്കും അത് ചിന്തിക്കുവാൻ ഇടയാകട്ടെ. ഓരോ വിലാപ ഭവനങ്ങളും നമുക്ക് നൽകേണ്ട സന്ദേശവും നമ്മെ പഠിപ്പിക്കേണ്ടതും ദൈവസന്നിധിയിലേക്ക് എനിക്കും ഒരു ദിവസമുണ്ട് യാത്രയാകും. അതുകൊണ്ട് ഈ ദിവസം ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഈ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. തങ്കച്ചാനെ പറ്റി പറയുകയാണെങ്കിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ ആരെയും പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുകയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരാലും സ്നേഹിക്കപ്പെടുകയും ചെയ്ത ഒരു നല്ല മനസ്സിൻ്റെ
ഉടമയായിരുന്നു തങ്കച്ചായൻ. നമ്മുടെ ഇടവകയുടെ എല്ലാ കാര്യത്തിലും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന ഒരു സഭാ സ്നേഹിയായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ദുഃഖവെള്ളിയാഴ്ച ഭക്ഷണത്തിൻ്റെ എല്ലാ ചുമതലയും ഏറ്റെടുത്ത് ഭംഗിയായി നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച അമ്മാമ്മ ഹോസ്പിറ്റലായ കാരണം തങ്കച്ചായൻ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ ഇല്ലായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ തങ്കച്ചായനെ കണ്ട സമയത്ത് ഞാൻ തങ്കച്ചാനോട് പറഞ്ഞു, തങ്കച്ചാ വി മിസ് യു, ഈ ദുഃഖവെള്ളിയാഴ്ച ഞങ്ങൾ മിസ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ വർഷം അതിൻ്റെ നഷ്ടം ഞാൻ നികത്തിത്തരാമെന്ന് പറഞ്ഞു. എന്നാൽ സംഹാരകൻ ഏത് സമയത്താണ് നമുക്കെതിരെ കയറി വരുന്നതെന്ന് അറിയില്ലല്ലോ. മരണം എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ സംഭവിക്കുമെന്ന് ഒരു നിശ്ചയമില്ല. ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായിട്ട് അവൻ കടന്നു വരുന്നു. അത് എവിടെയാണ്, ആരുടെ ഭവനത്തിലേക്കാണെന്ന് നമുക്കൊരു നിശ്ചയവുമില്ല. തേഴ്സ്ഡേ ഈവനിങ്ങിൽ ആ ക്ഷണിക്കപ്പെടാത്ത അതിഥി തങ്കച്ചായൻ്റെ ഭവനത്തിൽ ചെന്നു തങ്കച്ചായനെ കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ പ്രിയതമയുടെ വേർപാടിൻ്റെ മുറിവുണങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ തൻ്റെ ഈ ലോകത്തിലെ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ജീവൻ്റെ കിരീടം പ്രാപിക്കാൻ വേണ്ടി തങ്കച്ചായൻ പോയിരിക്കുന്നു. താൽക്കാലികമായി നമ്മിൽ നിന്ന് വേർപെട്ടു പോയെങ്കിലും തങ്കച്ചായൻ്റെ ഓർമ്മ നമ്മിൽ നിന്ന് ഒരിക്കലും വിട്ടുപോവുകയില്ല. തങ്കച്ചായ, വി ഓൾ മിസ് യു. എന്നാൽ ആ സ്വർഗീയ കനാൻ ദേശത്ത് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് അന്യോന്യം ആശ്വസിപ്പിക്കാം. ദുഃഖാർത്തരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവമായ കർത്താവ് തൻ്റെ ദിവ്യ സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ. ഓൺ ബിഹാഫ് ഓഫ് സെൻറ് തോമസ് യോങ്കേഴ്സ് മത്തമറിയം സമാജം, I extend my heartfelt condolence to all grieving family. Thank you. I was just told to say a few words on Sunday school, but I didn't know that I was supposed to stay. But rather than Sunday school, I had the privilege to see him last Saturday. My daughter came home and we went out for lunch, to buy some gift for him. So while coming back, I said to her, let's go see Tangachan because he's not feeling well. So she said, okay, let's go. Actually, we passed the house and then we did go home. I said, no, we are not getting out of the house. We're just going to go see him. So we went there and I didn't want to bother him, so I was trying to see if Sam uncle was there. But anyway, I knocked at the door and I pressed the bell. Of course, he was standing right at the door. He opened the door, with the speaker. Actually, we spent a lot of time, like almost an hour and 15 minutes with him, talking to him. We spoke about a lot of things. He's almost like my father. He gives you such a peaceful advice. And he was playing with my grandchild. We had a good time. So when my brother called me last to let me know that he passed away on my speech, I thought it was my brother-in-law whose name is also Tangachan. I thought it was my brother-in-law in India passed away. I said, who are you talking about? He said, Tangachan. I said, why? I just talked to him. I never expected he would go this fast. But he was so ready and prepared to do this. I can see in his face. He was very happy in his home. He was so happy. He was playing, talking. When I said bye to him, he came down. We were joking. We had a good time. And like Gregory Richard said, he's not a screamer. He's very patiently taught. He has such a patience when he's talked to people. That is one great quality. And like everyone else said, he's always in the front line. Even today as I was driving, I was telling my husband, if it is Tangachan, he could have been there by now, because he always comes first in the church. When there is a funeral, when there is a problem, he's always in the church first, helping others, and that's his mind. He always helps others. And in regards to the Sunday school, he always had, even recently as I'm getting old, I keep saying, I don't need to go because let the younger people take care of the children, but he's always here, even BBS, anything that happens with the kids, he's always here helping with whatever he can. He's always helping with the children. He loves the kids. Like Sunday school motto, it says, let the children come to me, and that was his motto, let the children come to me. He always helped everyone. On behalf of the Sunday school and my family, and submit my prayer and my condolence to Tangachan and all the grieving family. Especially, the Bible says, Psalms 46 says, God is our strength, refuge, and strength. So please seek on him, and he will give you the strength and courage. Thank you.
തങ്കച്ചാനെ പറ്റി ഒരു വാക്ക് പറയണം, മെൻസ് ഫോറത്തിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് സെക്രട്ടറി എന്നോട് പറഞ്ഞത്. ഒരു കാരണവശാലും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല. കാരണം വളരെയധികം ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് തങ്കച്ചാനെ പറ്റി. പേര് തന്നെ തങ്കച്ചായൻ, അകവും പുറവും തങ്കം കൊണ്ട് കടഞ്ഞെടുത്ത അല്ലെങ്കിൽ തങ്കം കൊണ്ട് എടുത്ത വ്യക്തിത്വം. വളരെ വിരളമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും സ്ഥാനമല്ലാതിരിക്കുന്ന സമയങ്ങളിൽ പള്ളിയുടെ അടുക്കള മുതൽ അൾത്താർ വരെയുള്ള എല്ലാ സംഭവങ്ങൾക്കും മുൻകൈയിൽ നിന്നുകൊണ്ട് മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തക്ക അനുഭവജ്ഞാനമുള്ള വ്യക്തിത്വം വളരെ വിരളമാണ്. തങ്കച്ചാനെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ ചിന്തകൾ വളരെ പേഴ്സണലാണ്. 2003-2004 ഞാൻ ട്രഷറായിരുന്ന സമയത്ത് എൻ്റെ ജോയിൻറ്റ് ട്രഷറായിട്ട് തങ്കച്ചായൻ വർക്ക് ചെയ്ത വ്യക്തിയാണ്. ആ സമയത്ത് നമ്മുടെ ചർച്ച അഭിമുഖീകരിച്ച വിവിധ ഇനം പ്രശ്നങ്ങളുണ്ട്. ഹീറ്റിംഗ് സിസ്റ്റം, സൈഡ് വാക്ക്, പാർക്കിംഗ് ലോട്ട്, അങ്ങനെ വളരെ സംഭവങ്ങളാണ്. ഇപ്പോൾ ഞാൻ തങ്കച്ചാനോട് പറയും, അച്ഛാ എങ്ങനെയാണ് എന്നെ കൺസോൾ ചെയ്യുന്നത്? എല്ലാം ശരിയാകും. ഈ ഒരു വാക്ക് എൻ്റെ സ്മൃതിപഥത്തിൽ നിന്ന് ഒരു കാലത്തും മാറ്റിപ്പോവുകയില്ല. തങ്കച്ചാനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത പലപ്പോഴും ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. മറിച്ച് സഭയുടെ, ചർച്ചിൻ്റെ, കുടുംബത്തിൻ്റെ ഉന്നമനം അത് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഏക വ്യക്തിയാണ് തങ്കച്ചായൻ. Even the youngsters here, they may be experienced. Personally, Tangachai touch each and every one of our hearts. We really miss you, Tangachai. I cannot say how can I express my condolences to you and the family here. The reason I know few things about Tangachai is St. Thomas ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിൽ പ്രവർത്തിച്ച ഏക വ്യക്തിയിൽ ഒരാൾ. ഒരു സമയത്ത് ചിലപ്പോൾ ഞാൻ എൻ്റെ വർക്കിൽ ഡേ ഓഫ് ചേഞ്ച് വരും. ഈ സാറ്റർഡേ സൺഡേ ഓഫ് ഇല്ലാത്ത സമയത്ത് ഏകദേശം 1.5 വർഷത്തോളം സൂസനെയും ജിനിയെയും ചർച്ചിൽ കൊണ്ടുവരുന്നത് തങ്കച്ചാനും അമ്മാമ്മയാണ്. അവർ രാജ്യത്ത് വീട്ടിൽ ചെന്നിട്ട് ഇവിടെ കൊണ്ടുവരും. ഒരു മക്കളെ പോലെ ഞങ്ങളെ കരുതുകയും വളരെയധികം ഇടവകയെ സ്നേഹിക്കുകയും ചെയ്ത വ്യക്തി നമ്മളിൽ നിന്ന് നഷ്ടമായിരിക്കുകയാണ്. പക്ഷേ 2 ആഴ്ച മുന്നേ തങ്കച്ചാനെ വിസിറ്റ് ചെയ്തു. വളരെ ഹാപ്പിയായിട്ട് ഞങ്ങൾ സംസാരിച്ചു. കുറേ നേരം ഞാനും കുര്യാക്കോസും ഉണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചു. വളരെ നല്ലൊരു സമയം ഞങ്ങളൊന്നിച്ച് ചെലവഴിച്ചു. എന്നിട്ട് പിരിഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ തങ്കച്ചാനെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, തോമസിനെ കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ അസുഖമായിരിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ് 27-ാം തീയതി ഒരു അപ്പോയിൻമെൻറ്റ് കൊളംബിയയിലോട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ തങ്കച്ചാൻ ഒറ്റ വിശേഷമൊന്നുമില്ല, സുഖമായിരുന്നു. പക്ഷേ തങ്കച്ചാനെ സംബന്ധിച്ചിടത്തോളം തങ്കച്ചായൻ, look at his face, he was well prepared for this journey. How many of us prepared for this journey? That's what Tangachai is asking. നമ്മുടെ പുരോഹിതന്മാരുടെ പ്രസംഗത്തിൽ ഞാൻ കൂടുതലായിട്ട് ആ കാര്യങ്ങളിൽ കടക്കുന്നില്ല. തങ്കച്ചായൻ്റെ വ്യക്തിപരമായ ജീവിതം വരും തലമുറകളിലേക്ക് വ്യാപിപ്പിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും തലമുറയെ സ്നേഹിക്കുന്നവനും എല്ലാമായ നമ്മുടെ ചർച്ചിൻ്റെ എല്ലാമായ വ്യക്തിത്വം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ഒന്നിക്കും. തങ്കച്ചായ സമാധാനത്തിലേക്ക് പോവുക. ഈ സമയം സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് യോഗേഴ്സിൻ്റെ മെൻസ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കണ്ടോളൻസസ്
to all the grieving families. God bless us all. Thank you. വന്യ വൈദികരെ, പ്രിയ വിശ്വാസികളുടെ സമൂഹം, ഈ ഇടവകയിലെ ഒരു പ്രിയ പുത്രൻ്റെ വേർപാടിൽ ദുഃഖഭാരവുമായിട്ടാണ് നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. തങ്കച്ചായൻ്റെ വേർപാടിനെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും മനസ്സിൽ കൂടെ ചിന്തകൾ പാറി ഒഴുകുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 36 വർഷവും ഈ ഇടവയ്ക്ക് വേണ്ടി വിവിധ രംഗങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു സംഗതി, അദ്ദേഹത്തെ പോലെ ഈ സഭയ്ക്കും ഈ ഇടവകയ്ക്കും ഈ ഭദ്രാസനത്തിനും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറായിട്ടുള്ള ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തി തങ്കച്ചായൻ തന്നെയാണ്. എന്നെ പല സന്ദർഭങ്ങളിലും അതിശയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം സഭയോട് കാണിക്കുന്ന സ്നേഹം, ആത്മാർത്ഥത, സഭയുടെ പുരോഗതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മാന്യ സഭാസ്നേഹി. അദ്ദേഹം ബോംബെയിലായിരുന്നപ്പോഴും നമ്മൾ വായിച്ചു കഴിഞ്ഞു, മലാട് പള്ളിയുടെ ഫൗണ്ടിങ് ഫാദേഴ്സിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അമ്മാമി ഗൾഫിലായിരുന്നപ്പോൾ അതുതന്നെ ഞാൻ ഗൾഫിൽ ഒരു കഷ്ടാർപ്പാഴ്ച സംബന്ധിക്കുവാൻ അവസരമുണ്ടായി. ഞാനപ്പോൾ അവിടെ നിന്ന് ചിന്തിച്ച ഒരു സംഗതി, ആ മരുഭൂമിയിൽ ഹൈസ്കൂളുകളും ഒക്കെയാണ് നമുക്ക് ഈ ആരാധനയ്ക്ക് കിട്ടുന്നത്. ആ പൊടിമണ്ണിൽ എത്ര പ്രാവശ്യം കുമ്പിടുന്നതിനും നമ്മുടെ ഓർത്തഡോക്സുകാരന് മടിയില്ല. ഇതാണ് നമ്മുടെ രക്തത്തിൽ അടിഞ്ഞു ചേർന്നിട്ടുള്ളത്. അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് തങ്കച്ചായൻ. അദ്ദേഹം അമേരിക്കയിൽ എത്തിയപ്പോഴും ആ പാത പിന്തുടരുകയാണ്. ഈ ഇടവകയുടെ പ്രവർത്തന രംഗങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ നമുക്ക് ഒരു കാലത്തും വിസ്മരിക്കുവാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ സഭയ്ക്കും ഈ ഭദ്രാസനത്തിനും ഈ ഇടവകയ്ക്കും തീരാ നഷ്ടമാണ്. അങ്ങനൊരു വ്യക്തിയുടെ ആബ്സെൻസ് നികത്തുവാൻ പ്രയാസം തന്നെയുള്ള സംഗതിയാണ്. ഈ അവസരത്തിൽ ഈ വേർപാടിൽ അതീവ ദുഃഖത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ നിർത്തുകയാണ്. നമുക്ക് ആശ്വാസം പകർന്നു തരുന്നതായ വാക്ക്, അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നതായ ആ വാക്യം, അദ്ദേഹം തൻ്റെ ഓട്ടം പരിപൂർണമായി ഓടി വിശ്വാസം തികച്ചു. ഇനി ആ നീതിയുടെ കിരീടം പ്രാപിക്കുവാനായി അദ്ദേഹം ഒരുങ്ങിയിരിക്കുകയാണ്. ആ അവസ്ഥയാണോ നമ്മുടെ നിന്നും ഈ അവസരത്തിൽ നമുക്ക് ചിന്തിച്ചു നോക്കാം. ഈ അവസരത്തിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോട് എൻ്റെ സങ്കടം അറിയിച്ചുകൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. Respected agents, dear friends, on behalf of St. Thomas Orthodox Church, Yogesh Neo, as the secretary and my personal behalf, I would like to express our deepest condolence to the grieving family members of K.E. Abraham and every members at this church called Tangchayan, because he was one of our senior member on the basis of the age. He has been a member of our church for a long time, and he was always committed to coming to church and worshipping before our Lord with his loving wife Sarama Andy. Amama was departed from us less than a year ago. He had such a great personality, a simple person, a very good friend to all. We all loved and respected him like our older brother. He served our church as treasurer, board of trustee member and a committee member. He had a lot of good qualities and he will be deeply missed by the members of our church.
May God give him an eternal rest and give strength to his relatives to bear this great pain. I'm quite sure that we all will see him at the beautiful shore. I would like to conclude my speech with the Bible verses from 2 Timothy chapter 4, 7, 8. I have fought a good fight. I have finished my race. I kept the faith. Henceforth, there is laid up for me a crown of righteousness, which the Lord, give the righteous judge, shall give me on that day, and not to me only, but also all who have launched his appearance. Thank you. We can all agree that this is a very difficult day today. There's one thing that came to mind as everyone was speaking here today, and it's the role of consistency that Vigapa played in our lives. I was very blessed, like many of my family, to have known Vigapa for my entire life. And through that life, him and Mama were a fixture at different stages, but they always maintained a certain level of happiness and light that I feel is still within me today. Just thinking back on as a child, coming to church every Sunday, Mama would be essentially to the right of me, and Vigapa would always be in the church supporting us. As the years went on, going to college and coming back home and not seeing him as frequently, I was always reminded of how special his relationship was, not just to myself, but to my family, as we got together on happier days. When we were together during special events, communing over food and praying together, he was always there. Looking at my life now, I live 3,000 miles away, but every time I come home, it was always very special to come back and see his smiling face and still feel like I was still a child, understanding that his consistency in the way that he not only treated me, but treated all of us as we were growing up with such love and being blessed in that regard. It's tough in these situations. I always think about how whenever we see our family now, you have to just hold them just a little bit longer. We don't know what's going to happen next. No one really knows what's going to happen next. But as long as we keep that consistency of love and that light, I feel like we're all better for it. Thank you. ലോകമാകെമ്പീരം വിശ്വാസക്കപ്പലിനോടിയിട്ട് ലോകമാകെമ്പീരവാരിധിയിൽ വിശ്വാസക്കപ്പലിനോടിയിട്ട് നിത്യവീടൊന്നുണ്ടാവിടെ എത്തി കർത്തനോടുകൂടെ യാത്ര ചെയ്യും
കർത്താവേ, നീ തലമുറകൾ മുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മരത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൽ നാളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലേവർ യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവരെ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അതിരാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിക്കും, നിന്റെ കുറവത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അടുത്തുകളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 20 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തിരികെയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോടെ സഹതാപം വന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ അതിൻ്റെ കൈ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവമേ, യേശുവിന് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ With sadness, we are standing here again before you. And it has been less than a year since we last bid farewell. Today we are here to honor our dear Leopa, who we all consider as our father. He was a strong pillar in this family who gave us strength, helped us and molded us into the people we are today. Our family sends from New York to India, and he was not only important for our lives, but he guided our cousins who could not join us here today. He is extremely loved and respected by his nephews and nieces, especially in New Delhi, Kerala, and the Middle East, who he assisted in any way possible to strive for new opportunities. From Mahindra to Valley Cottage, to Spring Valley, and then to Orangeburg, Leopa and Mama always went out of their way to make sure that we felt at home, no matter which home they lived in. We will always cherish our precious sleepovers. Leopa was the one who spoiled all of us, from caramel ice cream and Chinese food to pay-per-view wrestling matches. Although he spoiled us, he also had the sternness to keep us disappointed. Such as not allowing us to leave the dining table until we all finished the food on our plates. We made it a point to have a unique bond with each of us. The relationships we had allowed us to talk openly and honestly about our feelings, life decisions, and seek his guidance. He was an integral part of our childhood and the memories we all shared. No matter where life takes us, we will keep those memories with us always. Although Leopa was not verbally expressive of his emotions, his love came through in many ways, especially through his culinary ingenuity. He inspired all of us not to be fearful of stepping foot into the kitchen and experimenting with cooking, which has cultivated a food-centric family. We will all miss his special dishes, especially his ribs, ham, and his cutlets, whether it were for the holidays or just on a whim to cook for all of us.
strength was her strength, and vice versa. Throughout their 47 years of marriage, they shared a blissful relationship between themselves and amongst all those they encountered throughout their life journeys. In addition to our families, Valiappa and Amama had formed strong bonds within this congregation, our church family. Although Valiappa had more health issues, we saw a superhuman nature in him while he took care of Amama through her last days. Despite the hardships, Valiappa never left Amama's bedside. Losing Amama led to a heartbreaking void in his life, as she was truly his soulmate. He put on a brave face in order to protect us from any further sorrows. We all had many names for him, but we know we will never have another K. Abraham, Hungachan, Valiappa, and Amama's favorite, Achayo, like you in our lives again. Although you are not physically here with us, we find comfort in knowing that you are reunited with your dearest Amama, and that you will now be our greatest supporters from up above, just like you were when you were here. Valiappa, it is hard to believe that we have to say goodbye to you today. We are grateful for all the lessons that you have taught us, and we will be proud to carry those on throughout our lives. We love you and will forever miss you. time, we'd like to thank our family and friends for the love and support that they provided Valiappa and Amama and our families, especially over the last year. We'd like to express special thanks to our very Reverend Father Sherry Milando, of course, of Kofa, and Reverend Father Gregory Barbies for being us spiritually, to guide us spiritually, especially over the last year. All the clergy and altar servants who participated in the funeral services today, more at the funeral home, and especially the committee and members of the St. Thomas Orthodox Church members. Most of all, I would like to say a thank you to Valiappa and a thank you to Amama for showing us
what a beautiful life together is in this world. Almighty, holy and immortal, crucified for us, have mercy upon us. Holy art thou, God. Holy art thou, Almighty, holy art thou, immortal, crucified for us, have mercy upon us. Lord, have mercy upon us. Lord, have mercy upon us. Have mercy upon us. Glory be to thee, O God. Glory be to your Creator. Glory be to your Majesty. Who does these things thy servants are. O Father who art in heaven, Hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive our trespasses. Lead us not into temptation, but deliver us from evil one. For thine is the kingdom, and the power, and the glory, forever and ever. Amen. Hail Mary, full of grace, The Lord is with thee. Blessed art thou among women, and blessed is thy womb. Our Lord Jesus Christ, who sent thee, ആശ്വാസവും സന്തോഷവും നിന്റെ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധമാലാക്കുമാരിലേക്ക് പെടുവാൻ അവിടെ വെച്ച് മുഖപ്രസന്നതയോടുകൂടി നിന്നെ കേൾക്കുവാനും സന്നിധിയാക്കണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുത്ഥാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാടുകളിലും കാലങ്ങളിലും ജീവനോട്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടിതാവും ലോകത്തെയും അതിലെ അവസ്ഥാപനങ്ങളെയും ക്രമീകരിക്കുന്നതിനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യ സൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ എന്ന നിന്റെ വത്സപുത്രനെ നീ ലോകത്തിലേക്ക് അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും
മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ഈ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ ഐക്യപ്പെടുന്നു. കർത്താവും ഇരുലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാന മാലാഖമാർ മൂലം ഇവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവ് ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവന്റെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടുവിടുത്തണമേ. തിരുനാമ ഭക്തരും തിരുവിഷ്ടം ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഇവനും ലഭിക്കുമാറാകണമേ. കൃപാപൂർണമായ വലങ്കൈ ഇവന് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുരിയിൽ നിന്ന് ഇവനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണ ലംഘനങ്ങൾ തക്ക പോലെ ഇവനെ നിവേദിക്കരുത്. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന തിരുനാമത്തെയും നിന്റെ മഹാകരുണയെയും ഞങ്ങളിലും ഇവനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കണമേ. നിന്റെ കൃപയും കരുണയും ഇവന്റെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൻ വിശ്വസ്തതായ ജയമുള്ള സ്ലീബ ഇവന്റെ പരിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ കൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഒരു സംഗതിയാക്കണമേ. കർത്താവ്, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാൻ ഇടയാക്കണമേ. കർത്താവ്, കരുണാദൃഷ്ടിയിൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവദനരായിരിക്കുന്നവർക്ക് മോഹപ്രസാദം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന എല്ലാവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മിശിഹായുള്ള പ്രത്യാശയും മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്നതിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോട് കൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവെ, മുൻപോട്ട് നിന്ന് പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃ ദാസനുമായ ഞങ്ങളെല്ലാവരും ആത്മമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതമായ നാമത്തെയും നിന്റെ പുത്രന്റെയും നിന്റെ പരിശുദ്ധഹായും സ്തുതിച്ചു പോഴ്ത്തുവാൻ യോഗ്യരായി തീർക്കണമേ. ഓശവാക്കുലസമാനോ നിന്നാലും സോദാബേ വിശുക്കോനാദാത്മേ ബദ്രായിക്കുനൽ മേലോലം വൽമേ. മരണം പ്രാപിച്ചഴുകി പോയോനെ കബറി ആഹ്വാനം ചെയ്ത ശ്രേഷ്ഠവിജ്ഞാന ധ്വനിയുദ്ധാന മഹാദിവസേ വ്രതമേ ചേർക്കും യോശഭക്തൻ സാ
ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. വിശ്വാസികളുടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും ചെന്നു ചേരുവാൻ ഞങ്ങളുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. മോൻ നിന്നഭയത്തിൽ നീ
Ahai Barakamo. Come to your right mind and sin no more, for some have no knowledge of God. I say this to your shame, but someone will ask, how are the dead raised? With what kind of body do they come? You foolish men, what you sow does not come to life unless it dies. And what you sow is not the body which is to be, but a bare kernel, perhaps of wheat or some other grain. But God gives it a body as he has chosen, and to each of his seed its own body, for not all flesh is alike, but there is one kind for men, another for animals, another for birds, and another for fish. There are celestial bodies, and there are terrestrial bodies, but the glory of the celestial is one, and the glory of the terrestrial is another. There is one glory of the sun, and one another of the moon, and another glory for the stars. For star differs from star in glory. So it is with the resurrection of the dead. What is sown is perishable, what is raised is imperishable. It is sown in dishonor, it is raised in glory. It is sown in weakness, it is raised in power. It is sown a physical body, it is raised a spiritual body. If there is a physical body, there is also a spiritual body. Thus it is written, the first man Adam became a life-living being. The last Adam became a life-giving spirit. But it is not the spiritual which is first, but the physical, and then the spiritual. The first man was born from the earth, a man of dust. The second man is from heaven. As was the man of dust, so are those who are of the dust. And as is the man of heaven, so are those who are of heaven. Just as we have borne the image of the man of dust, we shall also bear the image of the man of heaven. I tell you this, brethren, flesh and blood cannot inherit the kingdom of God, nor does the perishable inherit the imperishable. Lo, I shall tell you a mystery. We shall not all sleep, but we shall all be changed in a moment, in the twinkling of an eye, at the last trumpet. For the trumpet will sound, and the dead will be raised imperishable, and we shall all be changed. For this perishable nature must put on the imperishable, and this mortal nature must put on immortality. Ahai Barakamor. Hallelujah, hallelujah. Modesty, let us give heed and listen to the good tidings of the living words of the Holy Gospel of our Jesus Christ, which is being read to us. Barakamor, peace be to you. Holy Gospel of our Lord Jesus Christ, life-giving preaching from John the Apostle, who preaches life and redemption to the world. Blessed is he who has found Jesus to come. Praise be to him for our salvation, and his mercy is on us all forever. Now in the time of the incarnation of our Lord and our God and our Redeemer Jesus Christ, the word of life, God who had taken flesh of the Holy Virgin Mary, these things thus came to pass. We believe and confess. Jesus gave them this answer, I tell you the truth, the Son can do nothing by himself. He can do only what he sees his Father doing, because whatever the Father does, the Son also does. For the Father loves the Son and shows him all he does. Yes, to your amazement, he will show him even greater things than these. For just as the Father raises the dead and gives them life, even so the Son gives life to whom he is pleased to give it. Moreover, the Father judges no one, but has entrusted all judgment to the Son, that all may honor the Son just as they honor the Father.
He who does not honor the Son does not honor the Father who sent him. I tell you the truth, whoever hears my word and believes him who sent me has eternal life and will not be condemned. He has crossed over from death to life. I tell you the truth, a time is coming and has now come when the dead will hear the voice of the Son of God, and those who hear will live. For as the Father has life in himself, so he has granted the Son to have life in himself, and he has given him authority to judge, because he is the Son of Man. Do not be amazed at this, for a time is coming when all who are in these graves will hear his voice and come out. Those who have done good will rise to live, and those who have done evil will rise to be condemned. Barakamor, peace be to you. In the name of the Father, and the Son, and the Holy Spirit, one true God. Amen. Very Reverend Fathers, Reverend Fathers, and clergy members, we join you with the Son, with the Sani, and their families, and all other family members and relations of Rangichai. It is with great sorrow and grief that I stand here to bid farewell to Mr. K. Abraham Thangachai, who was affectionately called like that. Thangachai was a close friend of mine for a long number of years, and my family, he was a close friend of my family too. When his beloved wife, Amma, departed from him almost 6 months ago, though he was able to send her away peacefully, it appeared that he was under grief, great grief and sorrow for a period of long time. He could not come to terms with it. It seems that he was looking for that day when he can join her. Now the good Lord has granted his wish. Thangachai and Amma both were very active in our parish. He worked for the church in many capacities. I've known him since he came to this country from Bombay, where also he was active in building and developing spiritual activities. Even in Middle East, he was doing the same kind of work. In our parish, he served as a committee member, a board of trustee member, and a treasurer, doing a commendable job. He was a great helper, and he always wanted to deliver what is best for the church. Thangachai was a man of action. His thoughts and actions were important, and people appreciated it carefully and sincerely. During the Holy Land trip, he came with us, and he was enjoying it fully and recording on the camera. It was a quite memorable trip that we took with Thangachai. I had worked with him very closely, especially when he was the treasurer of our parish. And with the help from others, he was able to accomplish his work in the church. Thangachai was very helpful to everyone who seek his help. Especially, he was like a father figure, as we have somebody has told already, Papa, father figure to all his extended family members. He helped them to settle in Bombay and in New York. He contributed tremendously to their well-being and adjustment to these new situations. I was able to visit him in the hospital many times when he was admitted in the past and help him to build up his confidence. All these times, my family and his family were in constant touch with each other. He was a loving husband, concerned uncle, and an affectionate father. Thangachai is no more with us physically. We are trying to understand the mystery of what happened. And this time, we draw comfort only from the Word of God. John chapter 14, verse 2 to 3 says, "In my Father's house there are many rooms. I am going to prepare a place for you. And if I go and prepare a place for you, I will come back and take you to be with me." And Jesus says, "So let not your hearts be troubled. Trust in God and trust also in me." As Paul says to Corinthians, our duty is to please God in everything we do, in this body or away from this body. Thangachai has completed his mission on this earth.
He had to obey God. He accepted the will of God. God is in control. The very nature of God calls for action according to His will. It is certainly so painful and unbearable for every one of us. But Jesus says, cast all your cares and worries, your griefs on me, and I will give you peace. I'm sure that the good Lord will give him a place with his angels, along with his beloved wife, Amama. So long, Tangachai, my friend. To all of you who are grieving and mourning, may God wipe away your tears from you and grant you comfort and joy, that we can all carry on with our lives in the love of Jesus. May God grant Tangachai eternal happiness. Thank you. നിന്ദീരികമാ ബല
Send for him from you the assistance of the heavenly hosts. Grant him through this oil which is poured on his body, may he become slippery and not seized by the hostile armies and the camps of the enemies who lie in ambush to fight against the souls of men. Lead him to the abodes of light and the exaltation with the saints. With joy and gladness may he offer up glory to you. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും എന്നവരുടെ ചെയ്ത പ്രകാരം കർത്താവേ ഇതാ ഈ ദാസന് നിറവേറിയിരിക്കുന്നു.
ഏറ്റുപറഞ്ഞിടണം
ശരണം നൽകും സകലപരേതർക്കും നിങ്ങളിൽ നിന്ന് പ്രിയരെ സ്വീകരണം പഴയതിൻ്റെ ദുഷ്ടനെ കൊണ്ടിക പോകും തികച്ചാൽ തന്നെ ഒരു നിമിഷം ജീവിപ്പിക്കും നിൻവരവിധം എന്നേക്കും ഓർക്കും പ്രിയരെ എന്നെ പ്രാർത്ഥനയും പുതിയ കഷ്ടം സാത്താനെ കഷ്ടം നിങ്ങളുടെ ഭരണം മഷിയമായിരിക്കും ഗീതം പാടും ശുഭമൊടു പോവീൻ വാതിലടച്ചിടുവിൻ കർത്താവ് വരും വാതിൽ തുറന്ന് മരണമായും പ്രതിരേക്കും സ്തുതിഗീതം പാടും വേഗമുദിക്കും കർത്താവിൻ ദിവസം പ്രതിരേക്കും സംസ്കൃതിക്കും പ്രോപേളാക്കും ശ്രാപികൾക്കും പരദീസാദൻ അവകാശി വരിക സംരക്ഷകൻ ജീവൻ തിരുവിഷ്ടം നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ ജീവൻ ജോനം നിൻ ശ്രീവായെ നമ്പിയതരമോ എന്നിവരറിയിക്കൽ ദർശകനെ പ്രാണസേവാനമീശോ രക്ഷാദായകനെ ഞങ്ങളുടെ പുനരുത്ഥാനത്തിനായി വരുവാനിരിക്കുന്നവരെ നിന്റെ തിരുനാമത്തെ സ്വന്തം ജീവനായി ബന്ധനത്തിൽ തന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്ത്രീ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്ത്രീ ഞങ്ങളുടെ ശരണമേ പറയുന്നു സ്വർഗീയമാലാക്കുമാരും പ്രധാനമാലമാരും സ്തുതിക്കുന്ന പോലെ ബലഹീനം ബാധിക്കുവാൻ ഞങ്ങളെ എല്ലാ കാലത്തും എല്ലാ സമയത്തും വിവരങ്ങളുടെ ദൈവം സ്തുതിയും ഭൂമിയായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നനയ്ക്കുകയും പുത്രനായ ദൈവമായ കർത്താവേ പിതാവിന്റെ പുത്രന്റെ മകനെ ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്നതിന് വൈദ്യുതമായ ദൈവത്തിന് മുന്നാടായി പോയി ഞങ്ങളോട് തന്നെ ചെയ്യണം. പിതാവിന്റെ വലത്ത് ഭാഗത്ത് മാത്രം ഇരിക്കുന്നവനായുള്ളവരുടെ എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെ എന്നെ വാഴ്ത്തുകയും എന്നേക്ക് വാഴ്ത്തപ്പെട്ടവും നിത്യതൂണുവാനിന്റെ പരിശുദ്ധനാമത്തെ കുറിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യോഗ്യമാകുന്നു മാതൃകാലത്തിന്റെ ദൈവവും സത്യത്തിനുമായ ജീവൻ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളുടെ കർത്താവായ വെള്ളത്താൽ ഞങ്ങളുടെ വണ്ണം മാഞ്ഞുവാനായിട്ട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. Lord have mercy upon us. Our Father who art in heaven, hallowed be thy name. Thy kingdom come. Thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, lead us not into temptation, but deliver us from evil one. For thine is the kingdom, power, and glory, forever and ever. Amen. Hail Mary, full of grace, the Lord is with thee. Blessed art thou among women, our Lord Jesus Christ, O Virgin Saint Mary, Mother of God, pray for us sinners, now and at our time and our death. Amen. We believe in one true God, the Father Almighty, creator of heaven and earth, and all that is visible and invisible, and of our Lord Jesus Christ, who is the Son of God, God our Father,
മക്കളിലെ പൻകൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. കാലേ നിൻ കൃപയിൽ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും Barakamor, glory to you, glory to you, glory to you, our Lord and our God forever. O Lord, by your grace and abundant mercies, hear our prayers and receive our services. Come for our help and answer our weakness, and absolve our departed ones. Absolve this servant who has fallen asleep in your hope with true faith, our Lord and our God forever. Let us all beseech the mercies of God for the servant of Christ who has fallen asleep today in his hope with true faith, in a godly and Christian manner, that God may receive him in his pure and holy hands. May God grant him the place above, full of joy. May God grant him the bridal chamber, the garden, and the table of the kingdom of heaven. May God grant him the promise he has prepared for those who love him, which eyes have never seen, ears have never heard, and hearts have never meditated. May the Lord remit his sins and forgive his faults. May God blot out the sins and offenses that he has committed in this world full of sorrows. May he not remember them according to his abundant mercies. May God have mercy upon him when he will have mercy on the righteous. May God have mercy upon him in that day when he is in need of mercy, when God takes vengeance on the wicked who had angered his grace. May God make him to rejoice with those 5 virgins whose lamps did not become extinguished, thanks to the good oil of loving kindness. For those who are left behind him, who lament and are sad at his separation from them, may Christ God be for them the one who consoles and comforts by his abundant mercies. May God wipe out tears from their eyes and burning pains from their hearts. And may the Lord put the true seal upon them. May God, who gladdened the sister of Lazarus by the resurrection of their brother, console and gladden all those who mourn for his separation from them. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ അന്യോന്യം ധൈര്യപ്പെടുത്തുവാൻ മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുവാൻ മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത് വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാഭവനത്തിൽ പോകുന്നതാണെന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തൻ്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹാ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണ്ണമായ തൻ്റെ ശ്രീപണ്ണാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യമെന്ന് അനുഭവിച്ചോളൂ എന്ന് അരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെ പരേതരുടെയും തൻ്റെ ശരണത്തിൽ നിദ്രാവച്ചിരിക്കുന്ന ഈ മശിഹായുടെ ദാസൻ്റെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവൻ്റെ വാസവും ആനന്ദമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിൻ്റെയും പല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ദാസനും ആരാധനയുമായവനെ
കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിൻ്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുസരിച്ചിട്ടുണ്ടാകും. ദൈവമാവർത്താൽ നിങ്ങളെ ഞങ്ങൾ മരിച്ചുപോയവരെയും ആശ്വസിപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധനുമായ അടിയങ്ങളുടെ കുറ്റമുള്ളതും കുറവുകളായ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാ